അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സെഡസ്ത്ര മിനിയേച്ചറിൻ്റെ താഴെ വെക്കാനായിട്ട് ഒരു ലിപ്പും കാര്യങ്ങളും വെക്കാനായിട്ട് നമ്മളാണെങ്കിൽ ഇത് പണിയാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനായിട്ട് ഇത്രച്ച കനത്തിൽ, അതായത് ഒരു 2 mm മാത്രമുള്ള കനത്തിൽ ഒരു ഫോം ഷീറ്റിൽ ഇത്ര വലിയൊരു പീസ് എടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ വരയ്ക്കുന്ന രീതിയിൽ വരയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ വരച്ചതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോം ഷീറ്റിൻ്റെ ഫോം ഷീറ്റിൽ നമ്മൾ ഏകദേശം ഒരു ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കറുത്തതിൻ്റെ അകത്തുള്ള പീസാണ് നമുക്ക് വേണ്ട. ബാക്കിയുള്ള എക്സസ് പോർഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ കൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കാണാൻ പറ്റും നേരത്തെ പോലെ. ഇപ്പം നേരത്തെ ആ 2 mm ഫോം ഷീറ്റിൽ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആവണം. ഓക്കെ, ഇത് വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ലുക്കാകെ മാറും കേട്ടോ. അതുകൂടെ ഓർത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഏകദേശം ലുക്ക് ഏകദേശം മാറിയൊക്കെ വരുന്നുണ്ട്. അത് ഒട്ടിക്കുമ്പോഴൊക്കെ മനസ്സിലാകാം ഏകദേശം അതിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടുണ്ട്. ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ബാക്കി കൊത്തുപണികളും കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്യണം. അത് ഇനി ചെയ്യുന്നത് സ്കേർട്ടിങ് ചെയ്യുന്നതിന് മുമ്പേ ചെറിയൊരു ലെയർ സ്കേർട്ടിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പീസ് വരും, ഒരു ഇത്തിരി നീളമുള്ള പീസ്. അതേപോലെ തന്നെ ഇവിടെയും വരും. പിന്നെ ഇവിടെ ട്രയാങ്കിൾ പോലത്തെ കുറച്ച് പീസ് വരും. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈഡിൽ ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഔട്ട് ഓഫ് ലുക്ക് വരുന്നത്. ഇത് എന്ന് പറയുമ്പോൾ ഈ സൈഡിലത്തെ ഒരു കവറായിട്ട് വരും, സൈഡിലത്തെ കവറായിട്ട് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഈ കൗള് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴയ കൗള് പൊളിച്ച് നോക്കിയിട്ട് വേറൊരു തിൻ ലെയർ കൗള് വെച്ചിട്ടുണ്ട്. മറ്റേത് ചെറുതായിട്ട് പോരായിരുന്നു, അപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ലുക്കൊക്കെ വന്നിട്ടുണ്ട് സെഡസ്ത്രയുടെ. അത് ലിപ്പൂടെ ആകുമ്പോഴത്തേക്കും ലുക്ക് കുറച്ച് കൊടുക്കും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 6 പീസ് ട്രയാങ്കിളിൻ്റെ രീതിയിലാണ് നമുക്ക് പറ്റിയത്. അതായത് ഇവിടെ 2, നടുക്ക് 2 ഇങ്ങനെ 2 അടുപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൂടെ വെച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ എൻ്റെ 6 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ട്രയാങ്കിൾ പീസ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കൂടുതൽ വേണോ അത്രയും രീതി ഇത് നോക്കുവാണെങ്കിൽ മൊത്തം ഈ ഒരു ഇതിൻ്റെ, അതായത് ലിപ്പിൻ്റെ ഈ ഒരു അളവിനാണ് ഇതെല്ലാ രീതിയിലും കട്ട് ചെയ്തേക്കുന്നത്. അതായത് 2 mm ആ ഒരു രീതിയിലാണ്. 2 mm 3 mm അതിൻ്റെ ഒരു പകുതിക്ക് വെച്ചിട്ട്, അതായത് 2 mm ആ ഒരു രീതി തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗത്താണ് എല്ലാം ഒട്ടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഈ 6 ചെറിയ ട്രയാങ്കിൾ പീസ് ഒട്ടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഒട്ടിച്ചിട്ട് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. ആ ട്രയാങ്കിൾ പോലത്തെ പീസസ് സെറ്റ് ചെയ്തു. ഈ സൈഡിലും അതേപോലെ ട്രയാങ്കിൾ പോലത്തെ ആ പീസൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. ട്രയാങ്കിൾ പോലത്തെ പീസ് സെറ്റ് ചെയ്തു ശേഷം ഇതേപോലെ വന്നത് ഇവിടുത്തെ കുറച്ച് നീളം ഞാൻ കുറച്ചിട്ടുണ്ട്. അത് വലിയ ലുക്കില്ലാതെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് കുറച്ച് നീളം കാര്യങ്ങൾ ഞാൻ കുറച്ചായിരുന്നു. പിന്നെ നമുക്ക് വണ്ടിക്കകത്തേക്ക് ഇത് ഫിറ്റ് ചെയ്യണം. എന്തുകൊണ്ടായാലും വണ്ടിക്കകത്തേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പം അതിപ്പോൾ ഇതിൻ്റെ സ്കേർട്ടിനും ബ്ലാക്കും ഇത് കോംബോ റെഡുമാണ് വരുന്നത്. റെഡ് ബ്ലാക്ക് കോംബോയിലാണ് വരുന്നത്. നേരത്തെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ലിപ്പിൻ്റെയും കളറ് റെഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് വെക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്ത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വെച്ചിട്ട് ഇത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ട് കാണിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലിപ്പ് ഉണ്ടാക്കാൻ പല വഴികളുണ്ട്. എന്നാലും അതിനകത്ത് ഒരു വഴി മാത്രമാണിത്. അപ്പോൾ അതിനകത്ത് സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം.
അതിന് മുമ്പ് ഇത് റെഡ് പെയിൻറ്റ് അടിക്കണം. അങ്ങനെയുള്ള കുറേ വഴികളാണ്. ഇങ്ങനത്തെ മെത്തേഡ് വെച്ച് നമുക്കൊരു സെറ്റസ്ത്രക്കൊക്കെ ചെയ്യാൻ പറ്റും. ഏത് വണ്ടി വേണമെങ്കിലും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ലിപ്പാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ സിമ്പിൾ മെത്തേഡാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് നൈസായിട്ട് പറയുകയാണെങ്കിൽ ഈ താഴത്തെ പ്ലാറ്റ്ഫോം ഫുള്ള് റെഡും മേളത്തതിനകത്ത് വേണം ഈ കുഞ്ഞ് ട്രയാങ്കിൾ പേസിനകത്ത് നമുക്ക് റെഡ് വേണമെങ്കിലും അടിക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് അടിക്കുക. അങ്ങനെയൊക്കെയുള്ള കോമ്പോയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഫുള്ള് റെഡ് അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ്, കളറിനനുസരിച്ച് ചെയ്യുന്നത് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡ് അടിച്ചിട്ട് കാണാം. അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിൻ്റെ ഔട്ട്ഫിറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ സ്കേർട്ടിങ് ഇതുകൊണ്ട് ചെയ്തിട്ടില്ല. അപ്പം ഇത്രയും ചെയ്തതിൻ്റെ ലുക്കിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതുവരെ ചെയ്തതിൽ ഞാൻ ഇതുവരെയായിട്ടും ഇത്രയും ദിവസം ചെയ്തിട്ട് ഈ ഒരു ലിപ്പ് ഉണ്ടാകുന്ന ഒരു വീഡിയോ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.